മലയോര കുടിയേറ്റ ഗ്രാമമായ മടമ്പത്തിന്റെ വരപ്രസാദമായി മടമ്പത്തമ്മയുടെ സംരക്ഷണ പരിലാളനകളേറ്റ് വിളങ്ങിക്കൊണ്ടിരിക്കുന്ന മേരിലാൻഡ് ഹൈസ്കൂൾ കുടിയേറ്റ പിതാക്കളുടെ ദീർഘവീക്ഷണത്തിന്റെയും കോട്ടയം അതിരൂപതയുടെ വിദ്യാഭ്യാസ ദർശനത്തിന്റെയും നേർസാക്ഷ്യമാണ്. പറന്നു പോയൊരു കിളികളെ ഓർമ്മതൻ വഴിയിലെ ചില്ലകളിൽ വരുമോ? നിറയും ഈ മിഴിയിണയിലെ നീർമണി നനവുകൾ മായ്ച്ചിടുവാൻ വരുമോ? ഒരു തൂവല്ലിനി തരുമോ? നിറങ്ങൾ വരുമോ? സ്വരങ്ങൾ വരുമോ? മഴയുടെ ശ്രുതി തരും. 1945 ഫെബ്രുവരി 1 പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ എലമെന്ററി സ്കൂളായി മടമ്പത്ത് കൺതുറന്ന ഈ പള്ളിക്കൂടം ഇന്ന് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ മുതൽ 10ാം ക്ലാസ് വരെ 1475 കുട്ടികൾ അധ്യയനം നടത്തുന്ന ഒരു വിജ്ഞാന ക്ഷേത്രമായി മാറിയിരിക്കുന്നു. ശ്രീകണ്ഠാപുരം, ചെങ്ങളായി, മലപ്പട്ടം, ഇരിക്കൂർ, ഏരുവേശി, പടിയൂർ, ഇരിട്ടി എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധികളിൽ നിന്നുമായി ജാതി മതഭേദമന്യേ ഇവിടെ എത്തിച്ചേരുന്ന കുട്ടികൾ ഈ സ്കൂളിൻ്റെ പേരിനും പെരുമയ്ക്കും സാക്ഷ്യമാകുന്നു. ഈ പ്രദേശത്തെ 10,000-ങ്ങൾക്ക് അറിവിൻ്റെ പൊൻവെളിച്ചം പകർന്ന് 79 സംവത്സരങ്ങൾ പിന്നിടുമ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ 2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ബഹുജന സമക്ഷം അഭിമാനത്തോടെ അവതരിപ്പിക്കട്ടെ. കോട്ടയം അതിരൂപത മെത്രാപ്പോലീത്ത മാർ മാത്യു മൂലക്കാട്ട് പിതാവിൻ്റെയും മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവിൻ്റെയും കോർപ്പറേറ്റ് മാനേജർ പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് പുതിയൂന്നേൽ അച്ഛൻ്റെയും സ്കൂൾ മാനേജർ റവറൻ ഫാദർ സജി മെത്താനത്തച്ഛൻ്റെയും മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് സിസ്റ്റർ നമിത ഈ വിദ്യാലയത്തിന് നേതൃത്വം നൽകി വരുന്നു. പ്രീ പ്രൈമറി തലം മുതൽ 10ാം ക്ലാസ് വരെ 47 ഡിവിഷനിലായി 1500ഓളം കുട്ടികളും 58 അധ്യാപകരും 7 അനധ്യാപകരും ഉൾപ്പെടെ 65 സ്റ്റാഫ് അംഗങ്ങൾ ഈ വിദ്യാലയത്തിൻ്റെ ജീവനാഡികളായി വർത്തിക്കുന്നു. നീണ്ട 14 വർഷം ഈ സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്ത ശ്രീ ഷാജു ജോസഫ് സാർ 2024 ഏപ്രിൽ 1 ഉഴവൂർ OLL HSSലേക്ക് പ്രമോഷൻ ലഭിച്ചു പോയപ്പോൾ രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ശ്രീമതി മേരി സേവ്യർ ടീച്ചർ ട്രാൻസ്ഫറായി ഇവിടെ എത്തി. അതുപോലെ ഈ സ്കൂളിൽ UPST തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ശ്രീ സിജോ കുര്യൻ സാർ രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് HST ആയി പ്രമോഷൻ ലഭിച്ചു പോയപ്പോൾ തൽസ്ഥാനത്തേക്ക് രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്തിരുന്ന ശ്രീമതി ജീനു ജോസിന് സ്ഥിര നിയമനം നൽകി. കൂടാതെ കഴിഞ്ഞ 6 വർഷം LPST ആയി ഇവിടെ ജോലി ചെയ്തിരുന്ന ശ്രീമതി ചിന്നു AK കോട്ടയത്ത് പെരുമ്പായിക്കാട് സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി പോയ തസ്തികയിലേക്ക് അതേ സ്കൂളിൽ നിന്നും ശ്രീമതി സ്വപ്ന PB നിയമിതയായി. ഓഫീസ് അസിസ്റ്റന്റുമാരായി ജോലി ചെയ്തിരുന്ന ശ്രീ ജോജിമോൻ ജോണി രാജപുരം ഹോളി ഫാമിലി സ്കൂളിലേക്ക് ക്ലർക്കായി പ്രമോഷൻ ലഭിച്ചു പോയ പോസ്റ്റിലേക്ക് കൈപ്പുഴ സെന്റ് ജോർജ് VHCയിലെ FTM ആയിരുന്ന ശ്രീ സൈമൺ ലൂക്കോസ് പ്രമോഷൻ ലഭിച്ചു വരികയും OA ജാക്സൺ ജെയിംസ് ചെറുകര സെയിൻറ് ആന്റണീസ് UPSലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ അതേ സ്കൂളിൽ നിന്ന് ശ്രീമതി നിതീഷ V ജോൺ ഈ സ്കൂളിൽ നിയമിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ അജിന സ്റ്റീഫൻ, അനഘ K, ദിവ്യ, സിയോണ ജേക്കബ്, അലക്സ് ജോസ്, അഷിത CV, റോസ്മിൻ, അഞ്ജന എന്നീ അധ്യാപകരും അഞ്ജു VB എന്ന ഓഫീസ് സ്റ്റാഫും മടമ്പം മേരിലാൻഡ് കുടുംബത്തിൻ്റെ ഭാഗങ്ങളായുണ്ട്. പ്രവേശനോത്സവം 2024-25 അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ 2024 ജൂൺ 3 നടത്തി. PTA ഭാരവാഹികളും അധ്യാപകരും ചേർന്ന് LKG മുതൽ വിവിധ ക്ലാസുകളിലേക്ക് പ്രവേശനം നേടിയ കുട്ടികളെ ഘോഷയാത്രയുടെ അകമ്പടിയോടെ സ്കൂൾ അങ്കണത്തിലേക്ക് സ്വീകരിച്ചു. അന്നേ ദിവസം തന്നെ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ 40 കുട്ടികളെയും NMMS സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ 5 കുട്ടികളെയും
മെമൻറ്റോ നൽകി ആദരിച്ചു. കഴിഞ്ഞ SSLC പരീക്ഷ എഴുതിയ 152 കുട്ടികളെയും ഉപരിപഠനത്തിന് അർഹരാക്കാൻ സാധിച്ചു എന്നു മാത്രമല്ല 40 കുട്ടികൾക്ക് ഫുൾ A+ നേടിയെടുക്കാനും കഴിഞ്ഞു എന്നതും അഭിമാനത്തോടെ ഓർക്കുന്നു. സ്റ്റാഫ് കൗൺസിൽ. ഈ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സ്റ്റാഫ് കൗൺസിൽ ചേർന്ന് ചുമതല വിഭജനം നടത്തി സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീ റോയ്മോൻ ജോസിനെയും ജോയിന്റ് സെക്രട്ടറിയായി ശ്രീമതി തങ്കമ്മ പീറ്ററിനെയും തെരഞ്ഞെടുത്തു. PTA 26 ജൂൺ 24 PTA ജനറൽ ബോഡി കൂടി PTA പ്രസിഡന്റായി ശ്രീ സജി കുര്യൻ ഞരളക്കാട്ടുകുന്നേലിനെയും വൈസ് പ്രസിഡന്റായി ശ്രീ മനോജ് മാത്യുവിനെയും മദർ PTA പ്രസിഡന്റായി ശ്രീമതി ബിൻസി ഷിബു മാറുക വീട്ടിലിനെയും തിരഞ്ഞെടുത്തു. സ്കൂളിൻ്റെ നാനാവിധ പുരോഗതിക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മടമ്പം മേൽലാൻഡ് ഹൈസ്കൂളിലെ PTA കമ്മിറ്റിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. സ്കൂൾ പാർലമെൻറ്റ്. ജനാധിപത്യ നടപടിക്രമങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാനാവും വിധം സുതാര്യമായ ഒരു ഇലക്ഷൻ നടപടിക്രമം നമ്മുടെ വിദ്യാലയത്തിൽ നടന്നു വരുന്നുണ്ട്. ഈ വർഷത്തെ സ്കൂൾ ലീഡറായി മാസ്റ്റർ അഭയ് കൃഷ്ണ, ചെയർപേഴ്സണായി കുമാരി ആൻ മരിയ ജോസ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ ലൈബ്രറി. ശ്രീമതി ഉഷാമോൾ തോമസിൻ്റെ നേതൃത്വത്തിൽ 4451 പുസ്തകങ്ങളോട് കൂടിയ ഒരു സ്കൂൾ ലൈബ്രറി നമുക്കുണ്ട്. സ്കൂൾ തുറക്കുന്ന ആദ്യ ആഴ്ചകളിൽ തന്നെ എല്ലാ കുട്ടികൾക്കും പുസ്തകങ്ങൾ നൽകുകയും 2 ആഴ്ചയിലൊരിക്കൽ പുസ്തകം കൈമാറാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച് വായനാക്കുറിപ്പ് തയ്യാറാക്കുന്ന കുട്ടിക്ക് പുസ്തക പ്രതിഭാ സമ്മാനവും നൽകുന്നു. അമ്മ വായന. അമ്മമാരുടെ വായനയെ പരിപോഷിപ്പിക്കുന്ന പദ്ധതിയാണിത്. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച് വായനാക്കുറിപ്പ് തയ്യാറാക്കുന്ന അമ്മമാർക്ക് പുസ്തക പ്രതിഭാ സമ്മാനം നൽകുന്നു. ഉച്ചഭക്ഷണ പദ്ധതി. കേരള സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് രുചികരമായ ഉച്ചഭക്ഷണവും മാസത്തിൽ 1 ദിവസം പായസവും കുട്ടികൾക്ക് നൽകുന്നു. ആഴ്ചയിൽ 2 തവണ പാലും എല്ലാ ദിവസവും 2 കറികൾ ഉൾപ്പെടെയുള്ള വിഭവങ്ങളും ആഴ്ചയിൽ 1 ദിവസം മുട്ടയും ഉൾപ്പെടുന്ന ഭക്ഷണവും സവിശേഷ സാഹചര്യങ്ങളിൽ നോൺ വെജ് നൽകാനും ശ്രമിക്കുന്നു. ശ്രീ റൂബിൻ സ്റ്റീഫൻ, ശ്രീ അനിൽ ജോയ്, ശ്രീമതി അഞ്ജു റോയ് എന്നിവരുടെ മികവുറ്റ നേതൃത്വത്തോടൊപ്പം ശ്രീ സജി എബ്രാഹം, ശ്രീ ശ്രീയക് എബ്രാഹം എന്നിവരുടെ മാർഗനിർദ്ദേശവും പാചകം ചെയ്യുന്ന പുഷ്പ ചേച്ചിയുടെയും കാർത്തിക ചേച്ചിയുടെയും അർപ്പണ മനോഭാവവും സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയെ കുറ്റമറ്റതാക്കുന്നു. പഠനയാത്ര. വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് 10ാം ക്ലാസ്സിലെ കുട്ടികൾ എറണാകുളത്തേക്കാണ് 2 ദിവസത്തെ അവരുടെ പഠനയാത്ര നടത്തിയത്. 90 കുട്ടികളും 9 അധ്യാപകരും ഉൾപ്പെട്ട സംഘമാണ് എറണാകുളം യാത്ര നടത്തിയത്. 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ ഏകദിന പഠനയാത്രാ നടപടികൾ പുരോഗമിച്ചു വരുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി. കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കാൻ നിയുക്തമായ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ 2024-25 വർഷത്തെ ഉദ്ഘാടനം പ്രശസ്ത മോട്ടിവേറ്റർ ശ്രീ സുരേഷ് ബാബു സാർ നിർവഹിച്ചു. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ക്ലാസും പാട്ടും കളികളുമായി അന്നത്തെ ദിവസം മനോഹരമാക്കിയ എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. NCC. ശ്രീ ബിജു തോമസ് സാറിൻ്റെ നേതൃത്വത്തിൽ 100 അംഗ NCC യൂണിറ്റ് ഇവിടെ ഭംഗിയായി പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളിൽ രാജ്യസ്നേഹം വളർത്താനും അച്ചടക്കബോധം ഉണ്ടാകാനും ഉതകുന്ന അന്താരാഷ്ട്ര യോഗാ ദിനം, കാർഗിൽ വിജയ് ദിവസ്, സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മേരാ മീട്ടി പ്രതിജ്ഞ, എയ്ഡ്സ് ദിനം, ആംഡ് ഫോഴ്സ് ഫ്ലാഗ് ഡേ എന്നീ പരിപാടികൾ ആഘോഷിച്ചു. NCC ദിനത്തോടനുബന്ധിച്ച് ഇരിക്കൂർ BRCയിലെ ഭിന്നശേഷി കുട്ടികൾക്കായി ഡയപ്പേഴ്സ് നൽകാൻ സാധിച്ചത് NCC കേഡറ്റുകൾക്ക് ഒരു പുതിയ അനുഭവമായി. ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ NCC നടത്തുവരുന്നു. സ്കൗട്ട്, ഗൈഡ് ആൻഡ് ബുൾബുൾ. ശ്രീ ജോസ്മോൻ മാത്യു, ശ്രീ സിറിൽ സിറിയക്, ശ്രീ നിധിൻ ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൗട്ട് യൂണിറ്റും ശ്രീമതി ഷീബ തോമസ്, ശ്രീമതി മിനിമോൾ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൈഡ് യൂണിറ്റും മിസ് ജസ്മി ജോസഫിൻ്റെ നേതൃത്വത്തിൽ LP വിഭാഗം പെൺകുട്ടികൾക്കായി ബുൾബുൾ യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നു. ഡിസംബർ 27 മുതൽ 29 വരെ തീയതികളിൽ
സീനിയർ കുട്ടികൾക്കായി നടത്തുന്ന രാജ്യ പുരസ്കാർ പരീക്ഷയിൽ പങ്കെടുക്കുന്ന കുട്ടികളെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലെ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾക്കായി ഡിസംബർ മാസത്തിൽ നടത്തിയ സഹവാസ ക്യാമ്പ് കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. അതോടൊപ്പം കുട്ടികൾ വലിയ ഉത്സാഹത്തോടെയും താല്പര്യത്തോടെയും ഈ ദിനങ്ങൾ ചെലവഴിച്ചു എന്നത് ഏറെ അഭിമാനത്തോടെ ഓർക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത എല്ലാ അധ്യാപകരെയും ഏറെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. JRC ശ്രീ ബിബിൻ അലക്സ്, ശ്രീമതി തങ്കമ്മ പീറ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ JRC യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം, മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, ജീവിതശൈലീ രോഗങ്ങളെ പറ്റിയുള്ള അറിവ് നേടുക, ട്രാഫിക് നിയമങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെ ഇവ അനുസരിക്കണം എന്നും മനസ്സിലാക്കുക തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലിറ്റിൽ കൈറ്റ്സ് വിവരസാങ്കേതിക വിദ്യയുടെ സൽഫലങ്ങൾ കുട്ടികളിലും വീടുകളിലും പൊതുസമൂഹത്തിലും എത്തിക്കുക എന്ന ലക്ഷ്യവുമായി ലിറ്റിൽ കൈറ്റ്സ് നമ്മുടെ സ്കൂളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. 8, 9 ക്ലാസ്സുകളിലെ കുട്ടികളെ ഉൾപ്പെടുത്തി ആഴ്ചയിൽ 2 ദിവസം ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു. ശ്രീ സ്റ്റീഫൻ തോമസ് സാറും സിസ്റ്റർ ഷൈനയുമാണ് ലിറ്റിൽ കൈറ്റ്സിൻ്റെ സ്കൂൾ തല പ്രവർത്തനങ്ങളുടെ നേതൃത്വം വഹിക്കുന്നത്. കുട്ടികളുടെ അധ്യയന സമയം നഷ്ടപ്പെടുത്താതെ പരമാവധി ഒഴിവു സമയങ്ങളിലും വൈകുന്നേരങ്ങളിലുമായാണ് കുട്ടികളുടെ പരിശീലനം ചിട്ടപ്പെടുത്തുന്നത്. കായിക രംഗം എല്ലാ വർഷവും വർണ്ണാഭമായി നടത്തുന്ന സ്കൂൾ കായികമേളയും സുബ്രതോ ഫുട്ബോൾ, സബ് ജില്ലാ ഫുട്ബോൾ, ഖോ-ഖോ, ടേബിൾ ടെന്നീസ് എന്നീ മത്സര ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും കഴിഞ്ഞു എന്നതും, സബ് ജില്ലാ ഖോ-ഖോ മത്സരത്തിന് ആതിഥ്യമരുളാനും സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ചാമ്പ്യന്മാരാകാനും നമ്മുടെ ടീമുകൾക്ക് കഴിഞ്ഞു എന്നതും ഏറെ അഭിമാനകരമാണ്. കായിക രംഗത്ത് കുട്ടികൾക്ക് മികച്ച പരിശീലനം ലഭിക്കുവാൻ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും കായിക അധ്യാപകനായ ശ്രീമതി മിനി ജോസഫ്, ശ്രീ റെൻസോ വിൽസൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങൾ ചിട്ടയായി പ്രവർത്തിച്ചു വരുന്നു. ഖോ-ഖോ, ഷട്ടിൽ, ടേബിൾ ടെന്നീസ് എന്നീ ഇനങ്ങളിൽ ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും കഴിഞ്ഞു. സബ് ജില്ലാ സ്പോർട്സിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനാർഹരായി ജില്ലാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ജില്ലാ മത്സരത്തിൽ പങ്കെടുത്ത മാസ്റ്റർ നിക്സൽ ബിജു 4x100 മീറ്റർ റിലേ, 100 മീറ്റർ, 200 മീറ്റർ ഹീറ്റ്സ് എന്നിവയിൽ സംസ്ഥാന മത്സരത്തിലേക്ക് യോഗ്യത നേടുകയും സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ നിക്സൽ ബിജുവിനെയും അവന് പ്രോത്സാഹനമായി കൂടെ നിന്ന കുടുംബത്തെയും അഭിനന്ദിക്കുന്നു. ചിട്ടയായി പരിശീലനം നിക്സലിനും മറ്റു കുട്ടികൾക്കും നൽകിക്കൊണ്ടിരിക്കുന്ന റെൻസോ സാറിനും ഹൃദയപൂർവ്വം നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. ശ്രീമതി റോജ ടോമി, ശ്രീ മനോജ് കുഴിക്കാട്ട്, ശ്രീ ബിജോൺ ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ 1 മുതൽ 9 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ചിട്ടയായും കൃത്യമായും നൽകുന്ന ബാസ്കറ്റ്ബോൾ പരിശീലനവും എടുത്തു പറയേണ്ട ഒന്നാണ്. കലാശാസ്ത്രമേളകൾ, കലോത്സവം, പ്രവൃത്തി പരിചയമേള എന്നിവയിൽ കുട്ടികൾ സബ് ജില്ലാ തലത്തിൽ പങ്കെടുക്കുകയും തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. പ്രവൃത്തി പരിചയമേളയിൽ 330 പോയിന്റ് വാങ്ങി സബ് ജില്ലയിൽ 7ാം സ്ഥാനം നേടിയെടുക്കാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. പ്രവൃത്തി പരിചയമേളയ്ക്ക് കുട്ടികളെ ഒരുക്കി അതിന് ചുക്കാൻ പിടിച്ച ലിറ്റോ ടീച്ചറിനും സഹായവും പിന്തുണയും നൽകിയ എല്ലാ അധ്യാപകരെയും ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ ചെമ്പന്തൊട്ടി സ്കൂളിൽ വെച്ച് നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ LP വിഭാഗം വിന്നേഴ്സ് കപ്പ് വാങ്ങാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. 73 LP സ്കൂളുകളോട് മത്സരിച്ചാണ് നമ്മുടെ സ്കൂൾ വിന്നേഴ്സ് പട്ടികയിൽ ഇടം നേടിയത്. പ്രവൃത്തി പരിചയമേളയിലും കലോത്സവത്തിലും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് സമ്മാനാർഹരായ മുഴുവൻ കുട്ടികൾക്കും മടമ്പം മേൽലാൻഡ് കുടുംബത്തിൻ്റെ അഭിനന്ദനങ്ങൾ. അതോടൊപ്പം ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിന്ന് പരിശീലിപ്പിച്ച എല്ലാ അധ്യാപകരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. മൂല്യാധിഷ്ഠിത പ്രവർത്തനങ്ങൾ, കുട്ടികളിൽ മൂല്യാധിഷ്ഠിത ബോധവും സന്മാർഗ ചിന്തയും വളർത്തുന്നതിനായി ശ്രീമതി ലിറ്റോ ജോസഫ്, ശ്രീമതി ജീനു ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ
മോറൽ സയൻസ് ക്ലാസുകൾ നടത്തിവരുന്നു. തിരുഹൃദയ തിരുനാളിൽ വിദ്യാലയ പ്രതിഷ്ഠ, ആദ്യ വെള്ളിയാഴ്ചകളിലെ വിശുദ്ധ കുർബാന, ഒക്ടോബർ മാസത്തിൽ നടത്തുന്ന ജപമാല എന്നിവയോടൊപ്പം മൂല്യാധിഷ്ഠിത ക്ലാസുകളും കുട്ടികൾക്ക് നൽകി വരുന്നു. ആഘോഷങ്ങൾ: പരിസ്ഥിതി ദിനം, വായനാ ദിനം, സ്വാതന്ത്ര്യദിനം, ഓണം, അധ്യാപക ദിനം, ശിശുദിനം, ക്രിസ്മസ് എന്നീ ആഘോഷങ്ങൾ ഈ വർഷം നമ്മൾ നടത്തി. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം ഓണപ്പരിപാടികൾ ലളിതമാക്കി. എന്നാലും സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഓണസദ്യയും പായസവും നൽകി. അധ്യാപക ദിനത്തിൽ അധ്യാപകരെ ആദരിക്കാനായി മുന്നോട്ട് വന്ന PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ ആത്മാർത്ഥതയെ പ്രത്യേകം പ്രശംസിക്കുന്നു. ശിശുദിനം വളരെ വിപുലമായിട്ടാണ് ആഘോഷിച്ചത്. ക്ലാസ് അടിസ്ഥാനത്തിൽ നടന്ന റാലിയിൽ കുട്ടികൾ മത്സരബുദ്ധിയോടെ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ ആ ദിനത്തെ നിറമുള്ളതാക്കി തീർത്തു. ശിശുദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ എല്ലാ സ്റ്റാഫും ചേർന്ന് സ്പോൺസർ ചെയ്ത ചിക്കൻ കറി കുട്ടികൾ നന്നായി ആസ്വദിച്ചു. ഡിസംബർ 10-ാം തീയതി നടത്തിയ ക്രിസ്മസ് ആഘോഷവും ഉയർന്ന നിലവാരം പുലർത്തി. വിഭാഗം തിരിച്ച് കുട്ടികൾക്കായി നടത്തിയ പാപ്പാ മത്സരവും നഴ്സറി, LP, UP, HS വിഭാഗം കുട്ടികളുടെ ഡാൻസും ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തെ ഏറെ വർണ്ണാഭമാക്കി മാറ്റി. സ്കൂൾ വാഹനം: യാത്രാ സൗകര്യം പരിമിതമായ മടമ്പത്തേക്ക് എത്തിച്ചേരാനുള്ള വിദ്യാർത്ഥികളുടെ പ്രയാസം മനസ്സിലാക്കി സ്കൂൾ വാഹനം ക്രമീകരിക്കുക എന്ന ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്ത് നടത്തിവരുന്നത് ശ്രീ ലിജോ പുന്നൂസ് നേതൃത്വം നൽകുന്ന സ്കൂൾ വാഹന കമ്മിറ്റിയാണ്. ശ്രീ സുരേഷ് PK, ശ്രീ സിജോയ് TJ, ശ്രീ ഡെന്നീസ് ജോസഫ് എന്നീ ഡ്രൈവർമാരുടെയും ശ്രീമതി അജിത MP, ശ്രീമതി സൗമ്യ മനോജ്, ശ്രീമതി ഷൈനി ജോൺ, ശ്രീമതി ധന്യ, ശ്രീമതി സിൽവി എന്നീ ആയമാരുടെയും ശ്രദ്ധയിലും കരുതലിലുമാണ് 750-ലധികം കുട്ടികൾ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുന്നത് എന്നത് ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. നഴ്സറി: 100ഓളം കുട്ടികൾ പഠിക്കുന്ന LKG, UKG ക്ലാസുകൾ ഈ വിദ്യാലയത്തിൻ്റെ അടിസ്ഥാന ശില തന്നെയാണ്. ശ്രീമതി ഷൈനി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ 5 പേർ ഇവിടെ സേവനം ചെയ്യുന്നു. അമ്മയും കുഞ്ഞും വിനോദയാത്ര, കലാകായിക മത്സരങ്ങൾ, ഓണം, ശിശുദിനം, ക്രിസ്മസ് ആഘോഷങ്ങൾ ഉൾപ്പെടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നഴ്സറിയും പങ്കുകൊള്ളുന്നു. മെച്ചപ്പെട്ട സിലബസ് പഠിപ്പിക്കുന്നതോടൊപ്പം അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ നൽകി കുട്ടികളെ വളർത്താനും അധ്യാപകർ ശ്രദ്ധിക്കുന്നു. ശ്രീ ലിജോ പുന്നൂസ്, ശ്രീമതി റിൻസി PC എന്നിവരുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയും ശ്രീ സതീഷ് ജോസിൻ്റെ നേതൃത്വത്തിലുള്ള PTA കമ്മിറ്റിയും ഇവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. സമ്മാനങ്ങളും സ്കോളർഷിപ്പുകളും: കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ച ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന നിരവധി മത്സരങ്ങൾക്ക് അപ്പോൾ സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നത് ശ്രീമതി ഷീബ തോമസ് ടീച്ചറിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ്. SSLC, LSS, USS പരീക്ഷകൾ: ഈ വർഷം പൊതുപരീക്ഷയെ നേരിടുന്ന SSLC, LSS, USS വിദ്യാർത്ഥികൾക്ക് സവിശേഷമായി ശ്രദ്ധ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയവും 40 കുട്ടികൾക്ക് ഫുൾ A+ വാങ്ങാനും സാധിച്ചു. അതുപോലെ 10 കുട്ടികൾ LSS, 3 കുട്ടികൾ USS എന്നിവ നേടാൻ നമുക്ക് സാധിച്ചു. ഈ വർഷവും SSLC, LSS, USS പരീക്ഷയിൽ പരമാവധി വിജയം നേടിയെടുക്കാനുള്ള കർമ്മ പദ്ധതികളുമായി അധ്യാപകരും PTAയും സജീവമാണ്. മോട്ടിവേഷൻ ക്ലാസുകൾ: ഈ അധ്യയന വർഷ ആരംഭത്തിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കുമായി കേരളത്തിലെ തന്നെ വളരെ പ്രസിദ്ധനായ മോട്ടിവേറ്ററായ ശ്രീ VK സുരേഷ് ബാബു സാറിൻ്റെ ക്ലാസ് നൽകി. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ലക്ഷ്യബോധം വളർത്തിയെടുക്കുവാനായി ഈ സ്കൂൾ വർഷ അവസാനത്തിൽ ശ്രീ പ്രദീപൻ സാറിൻ്റെ അർദ്ധദിന സെമിനാറും കുട്ടികൾക്കായി ഒരുക്കാൻ സാധിച്ചു എന്നത് ഏറെ സന്തോഷകരമാണ്. ഓഫീസ് പ്രവർത്തനം: വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ കഴിയുന്നത്ര നേരത്തെ നിറവേറ്റുക എന്ന ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്ന ശ്രീ ബിജു തോമസിൻ്റെ നേതൃത്വത്തിലുള്ള അനധ്യാപക ടീം മടമ്പം മേൽലാൻഡ് ഹൈസ്കൂളിൻ്റെ അഭിമാനം തന്നെയാണ്. ഉപസംഹാരം: ശ്രീ ബിജുമോൻ NM സീനിയർ അസിസ്റ്റൻ്റായും ശ്രീ റോയ്മോൻ ജോസ് സ്റ്റാഫ് സെക്രട്ടറിയായുമുള്ള സ്റ്റാഫ് അംഗങ്ങളുടെയും
ശ്രീ സജി കുര്യൻ PTA പ്രസിഡന്റായ കമ്മിറ്റിയുടെയും ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായ സഹകരണത്താലാണ് 2024-25 അധ്യയന വർഷത്തെ മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചത് എന്ന വസ്തുത ഏറ്റവും സന്തോഷത്തോടെ ഇവിടെ അറിയിക്കട്ടെ. ഈ അധ്യയന വർഷത്തിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളാൽ വിവിധ ഒഴിവുകളിൽ ചുരുങ്ങിയ നാളുകളിൽ ഈ സ്കൂളിൽ ജോലി ചെയ്ത് കടന്നുപോയ എല്ലാ അധ്യാപകരെയും ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ വളർച്ചയ്ക്കായി എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും തന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടയം അതിരൂപത മേലധ്യക്ഷനായ മാർ മാത്യു മൂലക്കാട്ട് പിതാവിനോടും സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവിനോടും കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട തോമസ് പുതിയകുന്നേൽ അച്ഛനോടും പാരീഷ് ഹാൾ ഉൾപ്പെടെയുള്ള എല്ലാ ഭൗതിക സൗകര്യങ്ങളും അവശ്യാനുസരണം വിട്ടുതരുന്ന ലോക്കൽ മാനേജർ ബഹുമാനപ്പെട്ട സജി മെത്താനത്ത് അച്ഛനോടും കൈക്കാരന്മാരോടും പാരീഷ് കൗൺസിൽ അംഗങ്ങളോടും സ്നേഹം നിറഞ്ഞ നാട്ടുകാരോടും ഈ വിദ്യാലയത്തിനുള്ള നന്ദിയും കടപ്പാടും ഇവിടെ അറിയിക്കട്ടെ. സർവോപരി മടമ്പം മേൽലാൻഡ് സ്കൂളിനെ ഉള്ളം കൈയിൽ വിമല ഹൃദയത്തിൽ കാത്തുസൂക്ഷിക്കുന്ന പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ മാധ്യസ്ഥ്യം തുടർന്നും അപേക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു.